നമസ്കാരം. ഊസാഖയുമായി ബന്ധപ്പെട്ടു വരുന്ന കണക്കുകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശോധിച്ചത്. മിക്ക കണക്കുകളിലും ലാസാഗു, ഊസാഖ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ക്രിയകൾ ചെയ്യേണ്ടി വരാറുണ്ട്. ഇവയുമായി ബന്ധപ്പെട്ടുള്ള കുറുക്കുവഴികൾ നമുക്ക് ചർച്ച ചെയ്യാം. സംഖ്യകളുടെ പൊതു ഗുണിതങ്ങളിൽ ഏറ്റവും ചെറുത് ലാസാഗുവും പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുത് ഊസാഖയും എന്ന് ലളിതമായി പറയാം. യൂക്ലിഡിയൻ രീതിയിൽ ഊസാഖ കണ്ടെത്തുന്നതെങ്ങനെയെന്നും നാം കഴിഞ്ഞയാഴ്ച ചർച്ച ചെയ്തു. ഈ രീതി ഇപ്പോൾ പരക്കെ ഉപയോഗിച്ചു കാണുന്നില്ല. അതിലും സ്വീകാര്യതയുള്ള മാർഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഹരണക്രിയാരീതിയിൽ ഊസാഖ കാണുന്നതെങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ രീതിയാണ് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പരിചയിച്ചിട്ടുള്ളത്. അതിനാൽ നമുക്ക് എളുപ്പമായി തോന്നലും ഈ വഴിയായിരിക്കും. ഈ രീതിയിൽ ഊസാഖ കാണുന്നതിനായി എല്ലാ സംഖ്യകളിലും ഹരിച്ചു പോകുന്ന ചെറിയ ഘടകങ്ങൾ കൊണ്ട് ഹരിക്കുക. ഹരണഫലങ്ങളെ വീണ്ടും ഹരിച്ച് അവസാനം പൊതുഘടകം ഇല്ലാതാകുന്നതുവരെ ഹരിക്കുക. ഈ ഹാരകങ്ങളുടെ ഗുണനഫലമായിരിക്കും ഊസാഖ. ഒരു ഉദാഹരണം പരിശോധിക്കുക. 160, 150 എന്നീ സംഖ്യകളുടെ ഊസാഖ കാണുക. 160, 150 ആദ്യം 10 കൊണ്ട് ഹരിക്കുക. 16, 15 എന്നിവ ഹരണഫലം ലഭിക്കും. ഇവയ്ക്ക് പൊതുഘടകമില്ല. അപ്പോൾ 160, 150 എന്നീ സംഖ്യകളുടെ ഊസാഖയാണ് 10. മറ്റൊരു ഉദാഹരണം പരിശോധിക്കാം. 120, 144, 240 എന്നീ സംഖ്യകളുടെ ഊസാഖ കണ്ടെത്തുക. ഈ 3 സംഖ്യകളിലും 8 പൊതുഘടകമായി വരും എന്നതുമൂലം ആദ്യം 8 കൊണ്ട് ഹരിക്കാവുന്നതാണ്. സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ ആദ്യം 2 കൊണ്ട്, പിന്നെ വീണ്ടും 2 കൊണ്ട്, വീണ്ടും 2 കൊണ്ട്, അങ്ങനെ 3 തവണ 2 ഉപയോഗിച്ച് ഹരിക്കുന്ന രീതി തെറ്റില്ല. പക്ഷേ സമയം ലാഭിക്കാൻ വലിയ പൊതുഘടകങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അവ കൊണ്ട് ഹരിക്കുന്നതാണ് നല്ലത്. 120, 144, 240 എന്നിവയെ 8 കൊണ്ട് ഹരിച്ചാൽ 15, 18, 30 എന്നിവ ഹരണഫലമായി ലഭിക്കും. ഇവയെ 3 കൊണ്ട് ഹരിക്കാം. ഹരണഫലം 5, 6, 10 എന്നിവ ലഭിക്കും. ഇവയ്ക്ക് പൊതുഘടകമില്ല. അപ്പോൾ ഹാരകങ്ങളുടെ ഗുണനഫലം 8 × 3 അതായത് 24 ആണ്. 120, 144, 240 എന്നീ സംഖ്യകളുടെ ഊസാഖ. ഊസാഖ കണ്ടെത്താനുള്ള 2 മാർഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതിനായി ഇനിയും വഴികളുണ്ട്. ഊസാഖയുമായി ബന്ധപ്പെട്ട് കൂടുതൽ മാർഗങ്ങളും അവയ്ക്കുള്ള കുറുക്കുവഴികളും നമുക്ക് അടുത്തയാഴ്ച ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.